ഇതൊക്കെ കുറച്ച് നേരത്തെ തോന്നിയിരുന്നെങ്കിൽ കേരളം എവിടെ എത്തുമായിരുന്നു എന്നുള്ളത് അങ്ങ് എപ്പോഴെങ്കിലും ഒന്ന് ആലോചിച്ചിട്ടുണ്ടോ? അങ്ങ് അവിടെയും പറയുകയുണ്ടായി, നിങ്ങളാരും പങ്കെടുത്തിരുന്നില്ല, ഞങ്ങൾ പങ്കെടുക്കുന്നു. വാ സഖാവേ ജിം ഉദ്ഘാടന ചടങ്ങിലേക്ക് പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദനെ കുഞ്ഞാലിക്കുട്ടി ക്ഷണിക്കുന്നു. അങ്ങ് ക്ഷണിച്ചതാണ്. അങ്ങ് അവിടെയും പറഞ്ഞു നിങ്ങൾ പങ്കെടുത്തില്ലെങ്കിൽ ഞങ്ങൾ പങ്കെടുത്തു. ഞാൻ പക്ഷെ ഒന്നും അവിടെ പറഞ്ഞില്ല. കാരണം ഇപ്പൊ നമ്മൾ എല്ലാവരും ഒന്നിച്ചേക്കല്ലേ. അതോടൊപ്പം തന്നെ അന്നത്തെ ചില യുവ MLA-മാരുടെ പ്രതികരണങ്ങളെല്ലാം നമ്മുടെ കയ്യിലുണ്ട്. റവന്യൂ മന്ത്രി അങ്ങേക്ക് തന്നെ അറിയാലോ അന്ന് വന്നപ്പോ എന്തൊക്കെയാ. നിങ്ങളുടെ ഇടയിൽ ഐക്യമുണ്ടായിരുന്നില്ല. പ്രതിപക്ഷ നേതാവ് കുഞ്ഞാലിക്കുട്ടിയുടെ പതിവ് പരിഹാസത്തിന് വ്യവസായ വകുപ്പ് മന്ത്രി P. രാജീവ് ഇന്ന് സഭയിൽ ചോദ്യോത്തര വേളയിൽ നൽകിയ മറുപടിയുടെ ഏതാനും ചില ദൃശ്യങ്ങളാണ് നിങ്ങളിപ്പോൾ കണ്ടത്. ഇന്ന് ചോദ്യോത്തര വേളയിൽ ചോദ്യവുമായി എഴുന്നേറ്റ പ്രതിപക്ഷ ഉപനേതാവ് പതിവ് പോലെ ഇടതുമുന്നണിക്കും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കുമൊക്കെ വ്യവസായത്തിന്റെ കാര്യത്തിലും നിക്ഷേപത്തിന്റെ കാര്യത്തിലും വൈകി വന്ന വിവേകമാണെന്ന് പരിഹസിക്കുകയുണ്ടായി. ഈ പരിഹാസത്തിന് കുഞ്ഞാലിക്കുട്ടി വ്യവസായ മന്ത്രിയായിരുന്ന കാലത്ത് നിക്ഷേപ സംഗമം നടത്തിയപ്പോൾ കോൺഗ്രസ് മന്ത്രിമാർ പോലും വേദിയിൽ ഭിന്നാഭിപ്രായം രേഖപ്പെടുത്തിയ ഘട്ടത്തിൽ അന്നത്തെ പ്രതിപക്ഷ നേതാവായിരുന്ന VS അച്യുതാനന്ദൻ ആ സംഗമത്തെ, ആ നിക്ഷേപ സംഗമത്തെ അനുകൂലിച്ച് പ്രസംഗിച്ചതിൻ്റെ ചിത്രങ്ങളടക്കം ഉപയോഗിച്ചുകൊണ്ടായിരുന്നു P. രാജീവിൻ്റെ പ്രസംഗം. നമുക്ക് P. രാജീവിൻ്റെ മറുപടിയുടെയും കുഞ്ഞാലിക്കുട്ടിയുടെ ചോദ്യത്തിൻ്റെയും മുഴുവൻ ദൃശ്യങ്ങൾ ഒന്ന് കണ്ടു നോക്കാം. ബഹുമാനപ്പെട്ട വ്യവസായ മന്ത്രി പറഞ്ഞപ്പോൾ കഴിഞ്ഞതൊന്നും നമ്മൾ ഇനിയിപ്പോൾ അധികം ചർച്ച ചെയ്യണ്ട എന്ന് പറഞ്ഞു, നല്ല തന്നെ. പക്ഷേ ബൈ ദിസ് ടൈം വന്ന നമ്മളെ വമ്പിച്ച ഒരു ലോസ് ഉണ്ട്. അത് വിലയിരുത്തിയിട്ട് ഇപ്പോൾ ഇടതുപക്ഷത്തിന് വന്ന ഒരു പോളിസി ചേഞ്ച് ഇപ്പോഴാണ് വന്നത്. എമർജിങ് കേരളയിൽ വന്നപ്പോൾ ഈ പബ്ലിക് സെക്ടർ അന്ന് റീസ്ട്രക്ചർ ചെയ്തിരുന്നുവെങ്കിൽ ഇന്ന് സാമ്പത്തിക സ്ഥിതിക്ക് വലിയ ശോഷണം വരില്ലായിരുന്നു. സർ, എഡ്യൂക്കേഷന് വലിയ ചിലവാണ് ധനകാര്യമന്ത്രി ഇന്ന് രാവിലെ അവിടെ പറഞ്ഞു. ഞങ്ങൾ അന്ന് പറഞ്ഞതാണ് എഡ്യൂക്കേഷൻ ഇത്രയധികം ചിലവഴിക്കേണ്ട കാര്യമില്ല, പ്രൈവറ്റ് സെക്ടർ നോക്കിക്കോളും. ഇപ്പം ഇന്നലെ വന്നത് യൂണിവേഴ്സിറ്റി ബില്ലാണ്. ഇതൊക്കെ കുറച്ച് നേരത്തെ തോന്നിയിരുന്നെങ്കിൽ കേരളം എവിടെ എത്തുമായിരുന്നു എന്നുള്ളത് അങ്ങ് എപ്പോഴെങ്കിലും ഒന്ന് ആലോചിച്ചിട്ടുണ്ടോ? വൈകി ഉദിച്ച വിവേകം, ബുദ്ധി. അതുകൊണ്ട് സംസ്ഥാനം വലിയ കടക്കണിയിലായി. ഇപ്പോഴാണ് നമ്മൾ എല്ലാം ആലോചിക്കുന്നത് എന്നുള്ള ഒരു ചിന്ത അത് വേണ്ടേ? ഇനിയെങ്കിലും അബദ്ധം പറ്റാതിരിക്കാൻ. നീ ചരിത്രം പറയാതിരിക്കുന്നത് നമ്മളിപ്പോ എല്ലാവരും കൂടി ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഐക്യത്തിന്റെ അന്തരീക്ഷത്തെ ദുർബലപ്പെടുത്താവുന്ന ചരിത്ര വസ്തുക്കൾ തികഞ്ഞു വരേണ്ടതില്ല എന്നുള്ളതുകൊണ്ടാണ്. അങ്ങ് അവിടെയും പറയുകയുണ്ടായി, നിങ്ങളാരും പങ്കെടുത്തിരുന്നില്ല, ഞങ്ങൾ പങ്കെടുക്കുന്നു. വാ സഖാവേ ജിം ഉദ്ഘാടന ചടങ്ങിലേക്ക് പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദനെ കുഞ്ഞാലിക്കുട്ടി ക്ഷണിക്കുന്നു. അങ്ങ് ക്ഷണിച്ചതാണ്. അങ്ങ് അവിടെയും പറഞ്ഞു നിങ്ങൾ പങ്കെടുത്തില്ലെങ്കിൽ ഞങ്ങൾ പങ്കെടുത്തു. ഞാൻ പക്ഷെ ഒന്നും അവിടെ പറഞ്ഞില്ല. കാരണം ഇപ്പൊ നമ്മൾ എല്ലാവരും ഒന്നിച്ചേക്കല്ലേ. അതോടൊപ്പം തന്നെ അന്നത്തെ ചില യുവ MLA-മാരുടെ പ്രതികരണങ്ങളെല്ലാം നമ്മുടെ കയ്യിലുണ്ട്. റവന്യൂ മന്ത്രി അങ്ങേക്ക് തന്നെ അറിയാലോ അന്ന് വന്നപ്പോ എന്തൊക്കെയാ. നിങ്ങളുടെ ഇടയിൽ ഐക്യമുണ്ടായിരുന്നില്ല. അങ്ങേക്ക് ഓർമ്മയുണ്ടല്ലോ അന്നത്തെ റവന്യൂ മന്ത്രി തലേ ദിവസം എന്താ പറഞ്ഞെന്നുള്ളത്. അങ്ങേക്ക് അറിയാലോ. 5 MLA-മാർ, യുവ MLA-മാർ ഈ സഭയിൽ തന്നെ ഉള്ള ആൾ, ഞാൻ പേരൊന്നും പറയുന്നില്ല, അവരെന്താ പറഞ്ഞിരുന്നെന്നുള്ളത് ആ ബ്ലോഗിൽ എഴുതിയത് അറിയാലോ. അപ്പോ ഞാനിത് പറയാതിരിക്കുമ്പോൾ ഇപ്പൊ നമ്മളിത് പറയേണ്ട കാര്യമില്ല. അന്ന് നിങ്ങൾക്കിടയിലും തർക്കം ഉണ്ടായി. VS-ന്റെ പ്രസംഗവും വളരെ കൃത്യമായിട്ടുണ്ട്. ഞാനതിപ്പോ ഇവിടെ വായിക്കുന്നില്ല. ഇതിൽ തന്നെ അദ്ദേഹം പറയുന്നുണ്ട്, I want to set aside all apprehension regarding the position of the opposition and make it clear in no uncertain terms that the Left Democratic Front led by the CPIM is fully committed to promoting all genuine proposals of investment. I am happy to let you know that there is consensus among political parties of the state, and the state of Kerala needs more investment for stepping up the tempo of development, even to sustaining the past gains of our celebrated Kerala model of development. I am glad, therefore, to assure you that there would be continuity of state policy in Kerala in promoting genuine investment proposals. ഇത് VS-ന്റെ പ്രസംഗമാണ്, അന്നത്തെ പ്രസംഗമാണ്. പക്ഷേ നമുക്ക് അന്നത്തെ പല സായുധ പ്രസംഗം കഴിഞ്ഞു, നിങ്ങൾക്കിടയിൽ തർക്കം ഉണ്ടായി, പല പ്രശ്നങ്ങളും ഉണ്ടായി. അന്നത്തെ മുഖ്യമന്ത്രി തന്നെ പറഞ്ഞു ഇതൊരു ഇൻവെസ്റ്റ് സമ്മിറ്റായി കാണണ്ട, ഒരു പ്രചാരണ സന്ദർഭമായി കണ്ടാൽ മതി എന്ന് പറഞ്ഞു. നമ്മളിപ്പോ ആ ചരിത്രത്തിലേക്ക് അധികം പോകാതിരിക്കുന്നത് നമുക്ക് ഒരു വസ്തുത സമ്മതിച്ചാൽ മതി. അല്ല, നമ്മള് എല്ലാ കാലത്തും എല്ലാവരും ഇന്നലകളും ഇന്ന സ്ഥലത്ത് തന്നെ നിൽക്കില്ലല്ലോ. മാറി വരുന്ന സാഹചര്യങ്ങളൊക്കെ നിലപാട് സ്വീകരിക്കും. ഞാൻ പറഞ്ഞു വന്ന കാര്യം, അന്നത്തെ കാലഘട്ടത്തിലും പ്രതിപക്ഷം വളരെ കൃത്യമായി പ്രതിപക്ഷ നേതാവ് അങ്ങ് സംഘടിപ്പിച്ച വേദിയിൽ വന്നു തന്നെ
പ്രതിപക്ഷത്തിന്റെ എല്ലാതും നൽകിയിരുന്നു. ഇനി വഴി അടച്ചും തുറന്നും VS അമ്മത്തത്. ഇനി സാർ ഞാൻ ഇതൊരു ചരിത്രതായി അദ്ദേഹം ചോദിച്ചുകൊണ്ട് ഞാൻ അത് പറയാൻ ഉദ്ദേശിച്ചതല്ല. ഇനി അന്നത്തെ MLA-മാരുടേത് 4 പേരുടെ, റവന്യൂ മന്ത്രിയുടെ, പിന്നെ അന്നത്തെ ക്യാബിനറ്റിനകത്ത് ഇത് ക്യാബിനറ്റ് ഉൾപ്പെടെ ചർച്ച ചെയ്തത്. ഞാൻ പറയുന്നത് വ്യവസായ വകുപ്പിന്റെ അംഗീകാരം എന്ന് പറഞ്ഞാൽ ഞാൻ ഈ സഭയിൽ കൃത്യമായിട്ട് പറയുന്നു, ഞങ്ങളുടെ വകുപ്പിന്റെ മാത്രം നേട്ടമല്ല. ഞാൻ ജനിക്കുന്നതിന് മുമ്പുള്ള കാര്യം റവന്യൂ കൂടി ചേർന്നിട്ടാണ്, അല്ലെങ്കിൽ ഇന്റേൺഷിപ്പ്, ഫിനാൻസ്, കൃഷി വകുപ്പ്, എല്ലാ വകുപ്പും ചേർന്നിട്ടുള്ള പ്രവർത്തനം കൊണ്ട് കഴിയുള്ളൂ. അതുകൊണ്ട് അതിന് എല്ലാവരും ചേർന്ന് പോവുക. ചരിത്രത്തിലേക്ക് നമ്മൾ ഇനി പോകാതെ, പുതിയ വിവാദങ്ങൾക്ക് വഴി തുറക്കാതെ, ഇപ്പൊ വന്നിട്ടുള്ളത് യാഥാർത്ഥ്യമാക്കാൻ പ്രതിപക്ഷ മേധാവും ഉപപ്രതിപക്ഷ മേധാവും അവിടെ വന്ന് ആ പിന്തുണ നൽകിയതിന് ഈ സഭയിൽ ഞാൻ പ്രത്യേകം നന്ദി രേഖപ്പെടുത്തി. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ്.